അഖില, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഈ ഒരു എംബ്രോയ്ഡറി ആണ് ഈ പിക്ചറിൽ കാണിച്ചേക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. രണ്ട് ബീഡ്സ് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നും കൂടി കാണിച്ചു തരാവേ. അപ്പോൾ ഞാൻ ഓൾറെഡി ഡ്രോയിങ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ സെയിം പാറ്റേൺ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ആൻറ്റിക്കിൻ്റെ ഈ മാല പോലെ വാങ്ങാൻ കിട്ടുന്ന ബീഡ്സ് ഉണ്ടല്ലോ, അത് 2 സൈസ് വാങ്ങിയിട്ടുണ്ട്. ഏറ്റവും ചെറിയ സൈസും, അതായത് നമ്മൾ ഷുഗർ ബീഡ്സിൻ്റെ സൈസിൽ വരുന്ന ആൻറ്റിക് ബീഡ്സ് വരുന്നുണ്ട്, ആ ഒരു സൈസിലുള്ളതും, പിന്നെ അതിനേക്കാട്ട് 2 സൈസ് മേളിലേക്ക് വരുന്നതുമായിട്ടുള്ള 2 ബീഡ്സാണ് സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്കിത് ചെയ്യാൻ വളരെ എളുപ്പമാണ്, വളരെ ഈസിയാണ് ചെയ്യാൻ വേണ്ടി. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ആദ്യം നമ്മൾ ഒരു സൈഡിൽ നിന്ന് ഇതേപോലെ തുടങ്ങുന്നു. ഒരു 3 ഏറ്റവും ചെറിയ ബീഡ്സാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഈ ഒരു ബീഡ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ലെവലിൽ നമുക്ക് കിട്ടും. ഇപ്പോൾ ഷുഗർ ബീഡ്സ് കൊണ്ട് ചെയ്യുന്നതിൻ്റെയും ഇതുകൊണ്ട് ചെയ്യുന്നതിനും ഡിഫറൻസ് രണ്ടും രണ്ടാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ അടിയിലേക്ക് ഒരു 3 സൂചിയിൽ നൂല് കോർത്തു. ഇതേപോലെ 3 ബീഡ്സ് വെച്ചിട്ടതിന് ശേഷം അടിയിലേക്ക് കുത്തിയെടുത്തു. അതേപോലെ തന്നെ അടുത്ത ലെയറിലും ഇതേപോലെ തന്നെ 3 ബീഡ്സ് കോർക്കുക, അടിയിലേക്ക് കുത്തിയെടുക്കുക. എന്നിട്ട് കുറച്ച് ഒരു ബീഡ്സിന് മുമ്പിലായിട്ട് നമ്മൾ സൂചി ഇങ്ങനെ അടിയിൽ നിന്ന് കുത്തിയെടുക്കുക. ലാസ്റ്റ് ഇട്ട മുത്തിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് ബീഡ്സിൽ ഇങ്ങനെ കുത്തിയതിന് ശേഷം നമ്മൾ ആ ഒരു ബീഡ്സിനുള്ളിൽ കൂടെ, അതായത് ഗ്യാപ്പിട്ട ബീഡ്സിനുള്ളിൽ കൂടെ സൂചി കയറ്റി ഇറക്കുക. ഏറ്റവും ലാസ്റ്റ് നമ്മളിടുന്ന ബീഡ്സിനുള്ളിൽ കൂടെയാണ് സൂചി കയറ്റി ഇറക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പം കുറച്ചുകൂടി നമുക്ക് ഒരു കണ്ടിന്യൂവേഷൻ, അതായത് ചെയ്യുന്നതിനൊരു കണ്ടിന്യൂവേഷൻ വരാൻ വേണ്ടിയാണ് ആ ഒരു രീതി ഫോളോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കണ്ടു നോക്കുക. വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് നമുക്ക് കുറച്ചുകൂടി ഈസിയാണ്. പിന്നെ നമുക്ക് വേറെ ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്യില്ലേ, ബാക്ക് സ്റ്റിച്ചൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. ഓരോ ബീഡ്സ് വെച്ചിട്ട് നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ഓരോ ബീഡ്സായിട്ട് വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. ബാക്ക് സ്റ്റിച്ച് വെച്ച് ചെയ്യുന്ന എംബ്രോയ്ഡറി ഒക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തുടർന്നുള്ള മുമ്പുള്ള വീഡിയോസിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ അത് റിലേറ്റ് വരുന്ന വീഡിയോസൊക്കെ ഞാൻ മേളിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാട്ടെ, നിങ്ങൾക്ക് കുറച്ചുകൂടി കാണാൻ എളുപ്പത്തിന് വേണ്ടി. അപ്പോൾ വേണം എന്നുള്ളവരൊന്ന് കണ്ടു നോക്കാട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ കുറച്ച് പോർഷൻ ഞാൻ ഇതേപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെയാണ് ആ ഒരു ലൈൻ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ആ ഒരു ലൈൻ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതേപോലെ കംപ്ലീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് കറക്റ്റ് ആ ഒരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് നല്ല രീതിയിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്താൽ മതി. ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതേപോലെ സൈഡിൽ വരച്ചിരിക്കുന്ന ചെറിയ ബ്രാഞ്ച് പോലെ വരച്ചിട്ടില്ലേ, അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ ഒരു സൂചി കോർത്തെടുക്കുക. എന്നിട്ട് ആദ്യം 2 ചെറിയ ബീഡ്സ് ഇതേപോലെ കോർക്കുക, എന്നിട്ടൊരു വലിയ ബീഡ്സ് കോർത്ത് കൊടുക്കുക. കാരണം നമ്മൾ 2 ബീഡ്സ് വെച്ചാണല്ലോ ചെയ്യുന്നതെന്ന് പറഞ്ഞേ. അതേപോലെ തന്നെ നമ്മൾ അടുത്ത സൈഡിലും ഇതേപോലെ 2 ബീഡ്സ് ചെറിയ ബീഡ്സ് കോർക്കുക, എന്നിട്ട് ആ വലിയ ബീഡ്സ് കോർത്തെടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഫോളോ ചെയ്തെടുക്കേണ്ടത്. പിന്നെ നമ്മൾ പ്രത്യേകം ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ ബീഡ്സിൽ കൊടുക്കുന്ന ആ ഒരു ഗ്യാപ്പ്, ആദ്യം ചെയ്ത അതേ ഗ്യാപ്പുകൾ തന്നെ താഴത്ത് വരുന്ന രീതിയിൽ വേണം ചെയ്യാൻ. അപ്പോൾ വരയ്ക്കുമ്പോഴും ആ ഒരു രീതിയിൽ തന്നെ ഒരു ചെറിയ മാർക്കിംഗ് ഒക്കെ കൊടുത്ത് വരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റ് ലെവലിലും കറക്റ്റ് ഷേപ്പിലും കിട്ടും. അപ്പോൾ കാണാൻ കുറച്ചുകൂടി ഭംഗിയായിരിക്കും കേട്ടോ അങ്ങനെ വരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഈ ട്രഡീഷണലായിട്ട് ഈ ഹാൻഡ് വർക്കൊക്കെ ചെയ്യുന്നവർ ചെയ്യില്ലേ, ആ ഒരു ഭംഗിയിൽ കിട്ടും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ലെവലിൽ തന്നെ നമുക്ക് താഴെയുള്ള ഇത് ഫുള്ള് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഒരു ലൈൻ ഫുള്ള് മാത്രമായിട്ട് ചെയ്ത് കാണിക്കുന്നത്. കാരണം വെച്ചാൽ ഇത് ഫുള്ള് ഈ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ വളരെ ഈസി ആയിട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് ഈ ഒരു എംബ്രോയ്ഡറി. അപ്പോൾ നമുക്ക് ജസ്റ്റ് ട്രഡീഷണലായിട്ട് സാരിയിലോ സാരിയുടെ ബ്ലൗസിലോ സൽവാസിലോ ഒക്കെ വേണമെങ്കിൽ ചെയ്യാവുന്നേ ഉള്ളൂ ഈ ഒരു എംബ്രോയ്ഡറി കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ഒരു 3 ലെയർ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി ഇതേപോലെ ചെയ്തിട്ട് ഫൈനൽ ഒന്ന് കാണിച്ചു തരാട്ടെ. ഈ ഒരു ലെയർ കംപ്ലീറ്റ് ചെയ്തേക്കുന്നതിൻ്റെ കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതേ ഒരു ലെയർ ഫുള്ള് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഈ സെയിം തന്നെയാണ് നമ്മൾ ബാക്കി എല്ലാ സൈഡിലും ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്ന എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഫൈനൽ ഇങ്ങനെയാണ് വരുന്നത്.